ഇതിലേക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആ നിയമസഭ ഇലക്ഷൻ സമയത്ത് അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്തും എല്ലാം തന്നെ കോവിഡ് സമയത്ത് രൂക്ഷമായിട്ടുണ്ടെങ്കിൽ പോലും അവര് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതിഭീകരമായ രീതിയിലുള്ള സമരമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടന്നത്. ഞാൻ ആ സമയത്ത് എതിർക്കൊന്നുമില്ല, അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് ആ രീതിയിൽ സമരം വേണ്ടിയിട്ടോ എന്നുള്ള കാര്യം ചിന്തിക്കട്ടെ. ഇവിടെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് CPM കുറച്ചും കൂടി ഉത്തരവാദിത്തബോധം കാണിക്കുന്നുണ്ട്. കാരണം ജില്ലാ സമ്മേളനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ തേർഡ് സർജ് ഭീകരമായ വരികയും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ട് മുമ്പേ നൽകിയിട്ടുണ്ട്, ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. അതോടുകൂടി അവർക്ക് അത് ഡിജിറ്റൽ സമ്മേളനത്തിലേക്ക് മാറ്റാൻ തുടങ്ങി എന്നുള്ളത് നല്ല കാര്യമാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ കുറച്ചുകൂടി മര്യാദ കാണിച്ചു എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ സാധ്യതയില്ല. കാരണം അത് ജനങ്ങളോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രതിപക്ഷത്തിന് അങ്ങനെയൊന്നുമില്ല. അത് ഒരു പ്രോട്ടോകോൾ ഈ കോവിഡ് കാലത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ